CCNETന്റെ നേതൃത്വത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാർക്കായി ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ്, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, PDIC, A1 സൊല്യൂഷൻസ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്റർനെറ്റ് അധിഷ്ഠിത സാങ്കേതിക വിദ്യയുടെ ആധുനിക മുഖമായ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ്, ഒപ്റ്റിക്കൽ ഫൈബർ നെക്സ്റ്റ് ജനറേഷൻ, സ്മാർട്ട് ഹോം തുടങ്ങിയവയെക്കുറിച്ചുള്ള ക്ലാസുകളും പുതിയ ബിസിനസ് അവസരങ്ങളെക്കുറിച്ചുള്ള അറിവുകളും പങ്കുവച്ചാണ് CCNETന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചത്. കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ്, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, PDIC, A1 സൊല്യൂഷൻസ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി CCNET MD KK ജദീബ് ഉദ്ഘാടനം ചെയ്തു. COE മേഖലാ പ്രസിഡന്റ് P സുരേഷ് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള മനുഷ്യരും, സാമ്പത്തികമുള്ളവരെ, സാധാരണക്കാരെ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും, കുട്ടികളുടെയും എല്ലാ തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്റർനെറ്റ് ഉപയോഗിച്ച് അവരുടെ ഈ ഒരു മിഷനറികളുടെ സഹായത്തോടെയോ അല്ലെ മറ്റ് ക്യാമറകളോ അങ്ങനെ എന്തായാലും ശരി, കളിപ്പാട്ടങ്ങളായാലും എന്തായാലും ശരി, അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അവരുപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റും നമ്മളെ KGS വഴി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഔട്ട്ലെറ്റുകൾ വഴി, കേരള വിഷൻ ഔട്ട്ലെറ്റുകൾ വഴി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അതിലൊക്കെ കേരള വിഷന്റെ ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഒരു സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ മഹത്തായ സങ്കല്പം അല്ലേ, വലിയ മഹത്തായ കാര്യമില്ല. ഈ ഒരു സങ്കല്പം നമുക്ക് നടപ്പാക്കണം, ഈ ഒരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യത്തിലെത്തിക്കണം. PDIC ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജയരാജ്, A1 MD രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഒരുപാട് കടമ്പകളിലൂടെ കടന്നു വന്നാണ് ഇന്ന് കാണുന്ന ലെവലിലേക്ക് കേരളത്തിലെ കേരള വിഷൻ എന്ന് പറയുന്ന സ്ഥാപനം, അല്ലെങ്കിൽ COA എന്ന് പറയുന്ന കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഈ നിലയിലെത്തിയത്. 30 വർഷം കൊണ്ട് വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യവസായത്തിൽ, ഈ ഇൻഡസ്ട്രിയിൽ വരികയും കുറെ ആളുകൾ തുടക്കകാലത്ത് ഉണ്ടാകുന്നവർ വിട്ടുപോവുകയും അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ അവസരങ്ങളും ഇനി മുമ്പോട്ട് അതിൻ്റെതായ അവസരങ്ങളും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസും എന്താണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കാലഘട്ടത്തിനനുസരമായിട്ടുള്ള ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കേരള വിഷന്റെ അസോസിയേഷൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന നിലയിലും കേരള വിഷനെ ഇന്ന് കാണുന്ന കേരള വിഷനാക്കി മാറ്റിയത്. ഇന്ന് കേരള വിഷൻ ഇന്ത്യയിലെ 6ാമത്തെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡറാണ്. ഇന്ത്യ പോലൊരു വലിയ മഹാരാജ്യത്ത്, കേരളം പോലെ ചെറിയ സംസ്ഥാനത്തായിട്ട് പോലും ഇന്ത്യയിലെ 6ാമത്തെ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡറാണ്. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വയേർഡ് ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡറാണ്. കേരളത്തിലെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറാണ് കേരള വിഷൻ. കേബിൾ TV ഇൻഡസ്ട്രി ഒരു സാച്ചുറേഷൻ അവസ്ഥയിലേക്ക്, അതായത് കുറെ കാലം കൂടെ കഴിഞ്ഞാൽ കേബിൾ TV ഇല്ലാത്ത, അല്ലെങ്കിൽ കേബിൾ TV എന്ന് പറയുന്ന വ്യവസായം തന്നെ ബ്രോഡ്ബാൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഒരുപാട് പ്രൊഫഷണലിസം ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു വ്യക്തിയിൽ തുടങ്ങിയ ഒരു അസോസിയേഷൻ രൂപപ്പെട്ട് അങ്ങനെ ഉയർന്നു വന്ന ഒരു ബിസിനസ് സംരംഭം എന്ന നിലയിൽ ഒരുപാട് പ്രൊഫഷണലിസം ഈ കമ്പനിയിൽ, ഈ മേഖലയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പോലും അടക്കമുള്ള ആൾക്കാർ പുതിയതായിട്ട് ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പ്രൊഫഷണലിസം, ഒരുപാട് ചേഞ്ചസ് ഇതിനകത്ത് ആവശ്യമാണ്. കാരണം നമ്മൾ മാറിയാലും ഇല്ലെങ്കിലും ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാം, ChatGPT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പോലെയുള്ള പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തേക്ക് ടെക്നോളജി വളർന്നതിന്റെ ഒരുപാട് ഏറ്റവും വലിയൊരു സംഭവമാണ് മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പോലെയുള്ള മേഖല. അപ്പൊ അത്രയും വലിയ ചേഞ്ചസ് ടെക്നോളജി മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് നമ്മളും കേരള വിഷൻ ഏറ്റെടുക്കുക, അതിനനുസരിച്ചുള്ള ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ബിസിനസ് ഗോൾ വെച്ചിട്ട് ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ള കോമ്പറ്റീഷൻ, ഇനി വരാൻ പോകുന്നത് വളരെ ശക്തമായ കോമ്പറ്റീഷനാണ് ബ്രോഡ്ബാൻഡ് മാർക്കറ്റിൽ. അപ്പൊ അതിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വർക്ക് ചെയ്യാതെ ഒരു ടീം എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് നമ്മൾ 2024-25 ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 1990-കൾ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 17ഓളം ടെലികോം കമ്പനികൾ ഇന്ത്യയിൽ വന്നിട്ട് കൂട്ടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മേർജായി പോയിട്ടുണ്ട്. വോഡാഫോണും ഐഡിയയും ഒന്നായതുപോലെ ടാറ്റയുടെ ഡോകോമോ അല്ലെങ്കിൽ ഇൻഡിക്കോം പോലെയുള്ള, റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ CDMA പോലെയുള്ള, അങ്ങനെ നോക്കുകയാണെങ്കിൽ 17ഓളം ഹെവി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. ടെക്നോളജിയുടെ ചേഞ്ചസ്, മെർജേഴ്സ്,
അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം നിർത്തിപ്പോയത്. അങ്ങനെ വന്നുപോയ ടെക്നോളജി കമ്പനികൾ ടെലികോമിൽ 17 എണ്ണത്തോളം ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ടെക്നോളജി ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീഷൻ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ ജിയോ ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ടെലികോം മേഖലയിൽ ആണ് ജിയോയും എയർടെലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വയേർഡ് കേബിൾ ടി വി ഓപ്പറേറ്ററിന്റെ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡർ ആയിട്ട് ജിയോയ്ക്ക് നിൽക്കാനും പറ്റുന്ന, എയർടെലും പറ്റുന്ന, എയർടെൽ ബേസിക്കലി ഒരു ടെലികോം ഓപ്പറേറ്ററാണ്. ഏഷ്യാനെറ്റ് ഒരു തീർച്ചയായിട്ടും ശക്തമായിട്ട് കടന്നു വരുന്ന ഒരു കോമ്പറ്റീഷനാണ്. 3-4 ചാനലുകൾ ആയിട്ട് തുടങ്ങി. അതിനുശേഷം മോഡുലേറ്റർ തന്നെ മാറി. അന്ന് ആ സമയത്ത് നമ്മൾ ബ്രോഡ്ബാൻഡ് ആംപ്ലിഫയർ അല്ലെ 1 and 3rd ആംപ്ലിഫയർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീടുകളിൽ നിന്ന് തന്നെ കറണ്ട് കുത്തിയെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആംപ്ലിഫയേഴ്സ് ആണ്. അതിനുശേഷം ബ്രോഡ്ബാൻഡ് ആംപ്ലിഫയർ വന്നു. അതിനുശേഷം ACM മോഡുലേറ്റർ മാറി, സോഫ്റ്റ് മോഡുലേറ്റർ വെച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ബ്രോഡ്ബാൻഡ് ആംപ്ലിഫയറിൽ നിന്ന് ഹൈബ്രിഡ് ആംപ്ലിഫയറിലേക്ക് മാറി, ഇല്ലേ? ഹൈബ്രിഡ് ആംപ്ലിഫയർ മാറി. ആ സമയത്ത് 99 ആയപ്പോഴത്തേക്ക് ഓപ്റ്റിക്കൽ ഫൈബർ വന്നു. നമ്മൾക്ക് വളരെ ഒരു ആശ്വാസം നൽകിയതാണ്. കാരണം ഈ RF കേബിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. COA മേഖലാ സെക്രട്ടറി NS സന്തോഷ്, PDIC ബോർഡ് മെമ്പർ M രാജേഷ് എന്നിവരും പ്രസംഗിച്ചു. ടെക്നോളജി മാറ്റങ്ങളാണ്. ആ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായ രീതിയിൽ തന്നെ ഇവിടെ ഇന്ന് പ്രതിപാദിച്ചു പോകും. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഓപ്പറേറ്റർമാരും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ അതിനെ എത്രമാത്രം നമുക്ക് സ്വാധീനിച്ച് നമ്മളെ ബിസിനസ്സിന് ഉപകാരപ്രദമാക്കാം എന്നുള്ള നിലയിലേക്ക് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.